സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. കുഞ്ഞിക്കണ്ണ, എടോ കുഞ്ഞിക്കണ്ണ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഞാൻ എൻ്റെ സുഹൃത്ത് ഹരിയുടെ വാദങ്ങൾ കേൾക്കുകയായിരുന്നു. എത്ര ദയനീയവും എത്ര സംഘപരിവാറിന്റെ അജണ്ടയിൽ നിന്നുള്ള വാചകമടികളുമാണ് അദ്ദേഹം ഇവിടെ നടത്തിയത്. പാല് കുടിക്കുന്നത് കാണില്ല എന്ന പൂച്ചയുടെ നിലപാട് സ്വീകരിക്കരുത്. അതെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുമ്പോൾ ഞാൻ സമാധാനമായി കേൾക്കുന്നതല്ലേ. എനിക്കും ഒരുപാട് അക്ഷമയൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇന്ത്യയിൽ വിശ്വാസവും മിത്തും ഇവ തമ്മിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ദൈവവിശ്വാസമാണ്. ഇത് നേരെ ചൊവ്വ പോകുന്ന ലക്ഷണമില്ല. പക്ഷെ ദൈവങ്ങളെല്ലാം എന്താണ്? ഓരോ രാജ്യത്തിന്റെയും ചരിത്രവും സംസ്കാരവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്ന സാമൂഹ്യ ഭാവനകളാണ്. നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇതിന്റെ ചരിത്രത്തിന്റെ ഒരു സവിശേഷ ഘട്ടത്തിൽ പ്രകൃതിയെ മനസ്സിലാക്കാനും അതിന്റെ ഭീഷണികളിൽ നിന്ന് രക്ഷപ്പെടാനും കഴിയാത്ത മനുഷ്യരെല്ലാം എന്താണ് പ്രകൃതി പ്രതിഭാസങ്ങളെയെല്ലാം ദൈവങ്ങളാക്കിയിട്ടുണ്ട്. മഹാസിദ്ധൻ അവയെ ആരാധിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അത് തുടർന്നും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇപ്പൊ ഗ്രീക്ക് മിത്തോളജി എടുത്താൽ, മിത്തോളജി എന്ന് പറഞ്ഞാൽ ഒരു അപവാദമല്ല, അതൊരു അപകീർത്തി പദമല്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ, പട്ടിയുടെ ബുദ്ധിയിലും കാണിക്കണ്ടേ? നമ്മുടെ എല്ലാ മിത്തുകളും എല്ലാ മതബിംബങ്ങളും അതുമായി ബന്ധപ്പെട്ട ദൈവാരാധന സങ്കല്പങ്ങളും ഒക്കെ എന്താണ് യാഥാർത്ഥ്യവും ഭാവനയൊക്കെ കാൽപ്പനികതയൊക്കെ കൂടിക്കലർന്ന് രൂപപ്പെട്ടു വരുന്നതാണ്. അത് മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യരാശിയുടെ അതിജീവന ചരിത്രത്തിലെ വളരെ സൗന്ദര്യാത്മകമായ ഒരു അതിജീവന ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. ആ ദൈവങ്ങളെ മിത്ത് എന്ന വാക്കുകൊണ്ട് വിശേഷിച്ച ഗണപതി ഒരു മിത്താണ്. ഗണപതി പുരാണം അല്ലെങ്കിൽ വിഷ്ണു പുരാണം ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മുടെ സങ്കല്പത്തിലേക്ക് വരുന്ന ഗണപതിയും പുഷ്പക വിമാനവും ഒക്കെ ഒരു മിത്താണ്, ഒരു ഐതിഹ്യമാണ്. മിത്ത് എന്ന വാക്ക് ദൈവത്തെ അപമാനിക്കുന്ന ഒരു വാക്കല്ല. ആധുനിക പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ ആധുനികമായ ഇന്നത്തെ വിമാനം എന്ന് പറയുന്നത് നമ്മുടെ രാമായണത്തിലോ വിഷ്ണു പുരാണത്തിലോ ഉള്ള വിമാനമല്ല. എന്ത് പറഞ്ഞാലും മിണ്ടാതെന്ന് കേട്ടോ. പലപ്പോഴും എന്താണ് ഒരുപാട് കാൽപ്പനിക കഥകളുണ്ട്. ആ കാൽപ്പനിക കഥകളെ ഞങ്ങൾ മാർക്സിസ്റ്റുകളായ ആളുകൾ കാൽപ്പനിക കഥകളായിട്ടാണ് കാണുന്നത്. അത് കാൽപ്പനിക കഥ ആയതുകൊണ്ട് അതിൽ വിശ്വസിക്കുന്ന ആളുകളെ അപമാനിക്കുന്ന ഒരു നിലപാടില്ല. ഗണപതിയിൽ വിശ്വസിക്കുന്ന, ഗണപതി ഹോമത്തിലും ഗണപതി പൂജയിലും വിശ്വസിക്കുന്ന ആളുകളെ അപമാനിക്കുന്ന ഒരു വാക്കല്ല ഉണ്ടായത്. ഞാൻ ഇതിലേ കേട്ടു, ഇതിലേ വിട്ടു. പോട്ടെ. പക്ഷെ ഈ ഒരു വിഷയത്തിലുണ്ടല്ലോ, ഇത് ഷംസീർ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് യഥേഷ്ടം സമയമുണ്ടായിരുന്നു. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, ഒരു വിശ്വാസത്തിനും ഞങ്ങൾ എതിരല്ല. വിശ്വാസിക്ക് വിശ്വസിക്കാം, അവിശ്വാസിക്ക് അവിശ്വസിക്കാം. അതാണല്ലോ CPM-ന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ വിശ്വാസികൾക്ക് തന്റെ ഈ വാചകം കൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു ഖേദപ്രകടനം അദ്ദേഹത്തിന് നടത്താമായിരുന്നു. അവിടെ അവസാനിക്കുമായിരുന്നു ഈ രാഷ്ട്രീയ മുതലെടുപ്പ്. ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, എഴുന്നേറ്റ് പോയിക്കോളാം. ഈ തലയുടെ മരവിപ്പൊന്ന് നമുക്കൊരു സംവാദത്തിൽ ഏർപ്പെടാം. ഇവിടെ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ട് എനിക്ക് സത്യത്തിൽ വലിയ അത്ഭുതം തോന്നി. ഇത് ഗോവിന്ദ മാഷ് തന്നെയാണോ പറയുന്നത്, അതോ നമ്മുടെ സുഹൃത്ത് AR റഹീം പരകായ പ്രവേശം നടത്തി പറയുകയാണോ എന്ന് ഞാൻ സംശയിച്ചു. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇവിടെ ചന്ദ്രശേഖരനല്ലല്ലോ വിഷയം. ചന്ദ്രശേഖരനല്ല. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞാൽ INTUC നേതാവിനെ കുരിശിൽ തറയ്ക്കുന്നതിനോ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലുന്നതിനോ ഇവർക്ക് ആർക്കും ഒരു വിരോധമില്ല, സന്തോഷവും. ഇവിടുത്തെ വിഷയം എന്താ വെച്ചാൽ, ഇവിടെ വിനു തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയ അഴിമതി തോട്ടണ്ടി ഇടപാടിൽ നടന്നു എന്ന കാര്യം വ്യക്തമാണ്. CPM നേതാക്കൾ മേഴ്സിക്കുട്ടി അമ്മയും ഗുരുദാസനും അതുപോലെ കൊല്ലത്ത് നിന്നുള്ള മറ്റു നേതാക്കന്മാരൊക്കെ ഇത് നിരവധി തവണ ആവർത്തിച്ചതാണ്. അത് മാത്രം ചോദിക്കരുത് സാർ, പറയാൻ എനിക്ക് വാക്കുകളില്ല. ഹൈക്കോടതിയാണ് CBIക്ക് അന്വേഷണത്തിന് വിട്ടത്. അല്ലാതെ സർക്കാർ ആവശ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പരാതി എഴുതി കൊടുത്തിട്ടോ CBIക്ക് പോയതല്ല. സർക്കാർ ഇവിടെ വിജിലൻസ് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞു. അത് വേണ്ട, CBI തന്നെ അന്വേഷിക്കട്ടെ എന്ന് ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അത് കുറ്റപത്രം കൊടുക്കണമെങ്കിൽ സർക്കാരിന്റെ ഒരു സാങ്ഷൻ വേണം. സർക്കാർ സാങ്ഷന് വേണ്ടി മാത്രമാണ് സർക്കാരിനെ സമീപിച്ചത്. സർക്കാർ അതാണ് കൊടുക്കാത്തത്. അങ്ങനെ പറഞ്ഞോ? തരില്ല എന്ന് പറഞ്ഞോ? കള്ളം പറയാ ടൈഗർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. അന്വേഷണത്തിലുള്ള അനുമതിയല്ല കൊടുക്കാതെ, അന്വേഷണം നടത്തി കഴിഞ്ഞു.
അത് പ്രോസിക്യൂഷൻ സാങ്ഷനേ കിട്ടേണ്ട ആവശ്യമുള്ളൂ. അത് കൊടുക്കാൻ പറ്റില്ലാന്നാണ് സർക്കാർ പറഞ്ഞത്. ചന്ദ്രശേഖരനുള്ള ശ്രീകുണ്ടേ അല്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? സർക്കാരിന്റെ പ്രിയങ്കരനായ ഒരു ഉദ്യോഗസ്ഥനാണ് ഈ കെ എ രതീഷ്. രതീഷിനെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് നിർത്തിയിരുന്ന അദ്ദേഹത്തെ ഈ സർക്കാർ എന്നെ പോലെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന പാവങ്ങൾക്ക് അവിടുന്ന് ഭരിക്കുന്നതാണേ ഇഷ്ടം. മറ്റൊരു സുപ്രധാന പദവിയിൽ നിയമിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശമ്പളം ഈ കഴിഞ്ഞ ദിവസം അത് ഇരട്ടി കണ്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അയ്യേ, വൃത്തികെട്ട ഏർപ്പാട്. അദ്ദേഹം ഏതാണ്ട് ഒരു സ്വപ്ന സുരേഷിന്റെ നിലവാരത്തിൽ എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എളുപ്പത്തിൽ കേൾക്കുന്നവർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ കെ എ രതീഷിനെ സംരക്ഷിക്കാനാണ് ഈ അഭ്യാസം മുഴുവൻ നടക്കുന്നത്. ഇവർക്ക് തോന്നുന്ന മട്ടിലെ കാര്യങ്ങൾ ചെയ്യും. കെ എ രതീഷിനെ ആണിയടിക്കാനാണ് നമ്മുടെ ഹൈക്കോടതി പറഞ്ഞത്. അത് തന്നെയാണ് കെ എബ്രഹാം അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. അത് തന്നെയാണ് CAG പറഞ്ഞത്. ഞങ്ങളെ മുഖ്യമന്ത്രിയായിട്ട് അടുപ്പമുള്ളവരാ. തന്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യിക്കും. അത് തന്നെയാണ് CBI ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ കെ എ രതീഷിന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ CPM-ലെ പ്രബലമായൊരു വിഭാഗം തയ്യാറല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. ഒരു പാല വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. അവരെ നമുക്ക് വളയ്ക്കാം, പക്ഷെ ഒടിക്കരുത്. ഈ 2011 മുതൽക്ക് 2016 വരെ കേരളത്തിൽ നിലനിന്ന UDF സർക്കാരിൽ വലിയ അഴിമതി ഉണ്ടായിരുന്നു. കേരള സംസ്ഥാനം ഉണ്ടായതിൽ പിന്നെ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള അതിഭയാനകമായ അഴിമതി. അതിന് പല കാരണങ്ങളുടെ ഒരു കാരണം ഈ മന്ത്രിസഭയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഇല്ലായിരുന്നു. അതുകൊണ്ട് ചെറിയ പാർട്ടികൾക്ക് വരെ ഇതിനകത്ത് കൈയിട്ട് വരാന്നുള്ള ഒരു അവസ്ഥ വന്നു. അപ്പൊ ഈ സർക്കാർ എങ്ങനെ അധികാരത്തിൽ വന്നു എന്ന് വെച്ചാൽ ഇപ്പൊ ഭരിക്കുന്ന ആളുകളുടെ മുഖ സൗന്ദര്യം കണ്ടിട്ടല്ല ജനങ്ങൾ വോട്ടില്ല. പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ EP ജയരാജന്റെയോ മുഖത്തിന്റെ സൗന്ദര്യം കണ്ടിട്ടില്ല ജനങ്ങൾ വോട്ട് ചെയ്തത്. ഈ UDF-ന്റെ അഴിമതി കണ്ട് സഹിക്കവയ്യാതെ വോട്ട് ചെയ്തത്. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ആ ആളുകൾ അർപ്പിച്ച ഒരു വിശ്വാസമുണ്ട്. അതെന്താണ്? ഈ സർക്കാർ വരുമ്പോൾ ഈ അഴിമതി നടക്കുകയില്ല, ഈ അഴിമതിക്കാരിൽ കുറെ പേരെങ്കിലും ഒക്കെ പ്രോസിക്യൂട്ട് ചെയ്യും എന്നാണ്. എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചത്? ഒരുത്തനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയാ അച്ചൂട്ടി ഏൽപ്പിച്ചത്. എന്നിട്ട് ഇപ്പൊ ദോഷപ്രതിക്ക് പോയിട്ട് പൊറി ദോഷക്കേടായെന്ന് പറഞ്ഞ പോലെ. ഇവിടെ സത്യസന്ധനായ ഡോക്ടർ ജേക്കബ് തോമസിനെ വിജിലൻസ് ഡയറക്ടറായിട്ട് വെച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവനൊക്കെ പൂട്ടും. ഇല്ല, ഒന്നും സംഭവിച്ചില്ല. അഴിമതിക്കെതിരായ കുരിശ് യുദ്ധം കെ ബാബുവിൽ ആരംഭിച്ച് കെ ബാബുവിൽ തന്നെ അവസാനിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ രതീഷിനെ പോലെയുള്ള ആളുകളെ ഈ സർക്കാർ താലോലിക്കും. ഇയാളെ കൂടിയ ശമ്പളത്തിൽ വെച്ചിട്ട് അതിനേക്കാൾ കൂട്ടിയ ശമ്പളം ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ഇതിൽ കാണുന്നത് എന്താണ്? പഴയ അഴിമതിക്കാർ പണ്ടത്തെക്കാൾ നല്ല രീതിയിൽ, പണ്ടത്തെക്കാൾ പ്രബലമായ രീതിയിൽ തുടരുന്നു. ഇവർക്കെതിരെ അന്വേഷണം നടത്തിയതുകൊണ്ട് CBI വളരെ മോശപ്പെട്ടൊരു ഏജൻസിയാണെന്ന് മറ്റു വിധത്തിൽ സത്യസന്ധനായ എന്റെ പ്രിയ സുഹൃത്ത് ഗോവിന്ദൻ മാഷ അടക്കമുള്ള ആളുകൾ വ്യാഖ്യാനിക്കുകയും വാദിക്കുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അഴിമതിക്കാരനെതിരെ നടപടിയെടുക്കുന്നില്ലെന്ന് മാത്രമല്ല, അയാൾക്കെതിരെ അന്വേഷണം നടത്തിയ ഏജൻസി ശപിക്കപ്പെട്ട ഒരു ഏജൻസിയാണെന്ന് പ്രഖ്യാപിക്കുകയും വ്യാഖ്യാനിക്കുകയും സൈദ്ധാന്തികമായിട്ട് അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുടുംബത്തോടെ നിങ്ങൾ നേരെ ആവത്തില്ലെന്ന് സത്യം ചെയ്തിറങ്ങിയിരിക്കുക. അഴിമതിക്കെതിരായ കുരിശുദ്ധം എങ്ങനെയായി, ഏതവസ്ഥയിലേക്ക് അത് അവസാനിച്ചു? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവർക്ക് വോട്ട് ചെയ്ത ആളുകൾ, ഞാനടക്കമുള്ള ആളുകൾ വിഡ്ഢികളായതല്ലേ ഇതിന്റെ അർത്ഥം? ആദ്യം വ്യക്തി നന്നാവണം, എങ്കിലേ കുടുംബം നന്നാവും. കുടുംബം നന്നായ സമൂഹം നന്നാവും. സമൂഹം നന്നായ രാജ്യം നന്നാവും. രാജ്യം നന്നായ ലോകം നന്നാവും. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.